ഒരു വശത്ത് ആക്രോശവും കയ്യാങ്കളിയും കരിയോയിലൊഴിക്കലും ഒക്കെ ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുക എന്നുള്ളൊരു കാര്യം കൂടി നടക്കുന്നുണ്ട്. വ്യാജ സ്ക്രീൻഷോട്ട് ഉപയോഗിച്ച് റിപ്പോർട്ടർ ടിവിക്കെതിരെ വ്യാജ പ്രചാരണം നടത്തിയവരും കുടുങ്ങുമെന്നാണ് പറയാനുള്ളത്. ഇത്തരം വ്യാജ പ്രചാരകർക്കെതിരെ പോലീസ് നടപടി തുടങ്ങിയിട്ടുണ്ട്. UDF ഫാമിലി ക്ലബ് മിഷൻ 2025 എന്ന വാട്സാപ്പ് ഗ്രൂപ്പിനും ജസ്റ്റിസ് പുതുശ്ശേരി എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിനുമെതിരെ കേസ് എടുത്തിട്ടുണ്ട്. റിപ്പോർട്ടർ കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാറിന്റെ പരാതിയിലാണ് കേസ്. ഫോട്ടോ ഉപയോഗിച്ച് വ്യാജ വാട്സാപ്പ് ചാറ്റുകൾ നിർമ്മിച്ചായിരുന്നു പ്രചാരണം. SS ശരൺ ചേരുകയാണ് വിവരങ്ങളുമായി. ശരൺ, ഈ നമ്മുടെ അരുൺകുമാർ നൽകിയ പരാതിയിൽ എന്താണ് പറയുന്നത്? ഈ കേസെടുക്കുമ്പോൾ എന്തൊക്കെ വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട് ഇപ്പോൾ? വിനേഷ്, ഗുരുതരമായ കുറ്റകൃത്യത്തിലാണ് ഇപ്പോൾ നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏതായാലും നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായിട്ടുള്ള നിരവധി ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യമുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ തെളിവുകൾ നിരത്തിയാണ് ചില വാർത്തകൾ പുറത്തുവിട്ടിരുന്നത്. പ്രത്യേകിച്ച് യുവതിയെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന ഓഡിയോ ക്ലിപ്പ് അടക്കം പുറത്തുവിട്ടിരുന്നു. അങ്ങനെയുള്ള വാർത്തകൾ വന്ന സമയത്ത് അത് വ്യാജ വാർത്തകളാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം സൈബറിനടുത്ത് ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഇത് വ്യാജ വാർത്തകളാണ്. ഈ വ്യാജ വാർത്തകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് റിപ്പോർട്ടർ ടിവിയുടെ കൺസൾട്ടിംഗ് എഡിറ്ററായ ഡോക്ടർ അരുൺകുമാർ ആണെന്നുള്ള വിധത്തിലുള്ള വ്യാജ പ്രചാരണം നടക്കുകയും ചെയ്തിരുന്നു. അതിൽ തന്നെ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉപയോഗിച്ച് സ്ക്രീൻഷോട്ടുകൾ, അതായത് വാട്സ്ആപ്പ് ചാറ്റുകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് അത് പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നത്. അതിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പരാതികൾ കൊച്ചി സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും നമുക്ക് കാണാൻ കഴിയുന്ന വകുപ്പുകൾ BNS 319(2), അത് ആൾമാറാട്ടത്തിന്റെ വകുപ്പാണ്. 336(2), ഇതിന് പുറമെ തന്നെ 340(2) എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. 2 പ്രതികളാണ്, അതായത് UDF ഫാമിലി ക്ലബ്ബ് മിഷൻ 2025 എന്ന വാട്സപ്പ് ഗ്രൂപ്പിനെതിരെയും ഒപ്പം ജസ്റ്റിൻ പുതുശ്ശേരി എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിനെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും വൈകാതെ തന്നെ പ്രതികളെ വിളിച്ചു വരുത്തി അല്ലെങ്കിൽ പ്രതികളെ കസ്റ്റഡിയിലെടുക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് സൈബർ പോലീസ് പറയുന്നത്. നിലവിൽ അവരെ സംബന്ധിച്ച് തെളിവ് ശേഖരണത്തിലേക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെ തെളിവ് ശേഖരണം കഴിയുന്നതോടുകൂടി തന്നെ പ്രതികളുടെ അറസ്റ്റിലേക്ക് കടക്കുമെന്നും കടുത്ത നടപടി തന്നെ ഇവർക്കെതിരെ ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടിയാണ് കൊച്ചി സൈബർ പോലീസ് വ്യക്തമാക്കുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു പരാതി കൂടി ഡോക്ടർ അരുൺകുമാർ സൈബർ പോലീസിന് നൽകിയിട്ടുണ്ട്. അത് ഫോട്ടോ വച്ചുകൊണ്ട് അപവാദ പ്രചാരണം സൈബർ ഇടങ്ങളിൽ നടത്തിയതിനാണ്. അതിലും വൈകാതെ തന്നെ കേസെടുക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് സൈബർ പോലീസ് വ്യക്തമാക്കുന്നത്. ശരൺ, വ്യാജ സ്ക്രീൻഷോട്ടുകൾ നിർമ്മിക്കുന്നു, വ്യാജ പ്രചാരണം നടത്തുന്നു, അതിനെതിരെ ഏതായാലും റിപ്പോർട്ടർ നിയമ നടപടിയുമായി മുന്നോട്ട് പോയി അതിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി മറുവശത്ത് ആ രീതിയിൽ റിപ്പോർട്ടർ വ്യാജ പ്രചാരണം നടത്തുന്നു എന്നാണല്ലോ ആരോപണം ഒക്കെ വന്നത്. അങ്ങനെയാണെങ്കിൽ ശരൺ, റിപ്പോർട്ടറിനെതിരെ പരാതി നൽകുകയല്ലേ വേണ്ടത്? അത് ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. വിനീഷ്, അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ റിപ്പോർട്ടർ TV സൃഷ്ടിക്കുകയാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരാൾക്കും നിയമ നടപടികളിലേക്ക് പോകാൻ കഴിയും. എന്തുകൊണ്ട് അത്തരത്തിൽ വ്യാജ വാർത്ത റിപ്പോർട്ടർ TV പുറത്തുവിടുന്നു? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നിയമ നടപടികളിലേക്ക് പോകുന്നില്ല എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഇവിടെ പ്രസക്തമായി മാറുന്നത്. എന്തായാലും നമ്മൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇത്തരത്തിൽ വ്യാജ പ്രചാരണം നടത്തുന്ന ആർക്കെതിരെയും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നടപടി തന്നെ ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ ആദ്യ കേസിലൂടെ നമ്മൾ നൽകുന്നത്. സ്വാഭാവികമായിട്ടും കൂടുതൽ പരാതികൾ നൽകുന്നതിനെ കുറിച്ച് ആലോചിക്കുക. അതായത് ഇപ്പോൾ ഒരു പരാതി കൂടി നൽകിയിട്ടുണ്ട്. ഇതിന് പുറമെ തന്നെ കൂടുതൽ സൈബർ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സംബന്ധിച്ചുള്ള പരാതി നൽകാനാണ് റിപ്പോർട്ടർ TV തീരുമാനം എടുത്തിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പറയാനുള്ളത്, നമുക്കെതിരെ ആക്ഷേപമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നിയമ നടപടി സ്വീകരിക്കാം. പക്ഷേ അങ്ങനെ പോയി കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചടിയാകുമെന്നുള്ളൊരു കാര്യം അവർക്ക് തന്നെ അറിയാം. അതായത് നമ്മൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്തകളെല്ലാം തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിനുള്ള ധൈര്യമില്ല, അതും ധൈര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ്, ഇവിടെ പോലീസുണ്ട്, നിയമമുണ്ട്, കോടതിയുണ്ട്. നിയമപരമായി തന്നെ റിപ്പോർട്ടർ ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകും. SS ശരണാണ് വിവരങ്ങൾ നൽകിയത്.